കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തങ്ങൾ 4 കാര്യങ്ങൾക്കാണ് ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ 4 കാര്യങ്ങൾ ഊന്നിയാണ് ഇനി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് ഗരീബ്, അതായത് ദരിദ്രർ. 2 യുവജനങ്ങൾ, അന്നദാത കർഷകർ, നാരി സ്ത്രീകൾ. ഈ 4 പേരെ ആണ് തങ്ങൾ ലക്ഷ്യമിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ ഇനി മുതൽ അങ്ങനെയാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 4 പേർ മുന്നേറിയാൽ ഈ രാജ്യം മുന്നേറുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തൃശ്ശൂർ വനിതകളുടെ ഒരു സമ്മേളനമായിരുന്നു, നാരി ശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീകളുടെ സമ്മേളനമായിരുന്നു BJP അറേഞ്ച് ചെയ്തു. അതിനു മുമ്പ് കൊച്ചിയിൽ നടന്നത് യുവാക്കളുടെ ഒരു സമ്മേളനമായിരുന്നു. ഇതിൽ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ BJP അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇലക്ഷൻ മൂഡിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഏതായാലും മാർച്ചിൽ നമുക്ക് ബഡ്ജറ്റാണ്, കേന്ദ്ര ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വരുന്നത് ാണ് ഇപ്പോൾ എക്കണോമിക്സ് ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കിസാൻ നിധി. ഇപ്പോൾ 2000 രൂപ വെച്ച് കിട്ടുന്ന ഈ കിസാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കും. ആയുഷ്മാൻ ഭാരത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. ഇപ്പോൾ നിലവിൽ അത് ഉള്ളവരിൽ നിന്ന് കൂടുതൽ, അതായത് ഇടത്തരക്കാരിലേക്ക് ഒരു ചെറിയ തുക ഈടാക്കിക്കൊണ്ട് ഇടത്തരക്കാരിലേക്ക് 5 ലക്ഷം രൂപ വരെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് പുതിയൊരു പെൻഷൻ പദ്ധതി ആയിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്ത്രീകൾക്ക് പുതിയൊരു പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കും. ഇത് വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് തന്നെ BJP കരുതുന്നു. കാരണം രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്നത് ആ സ്ത്രീ വോട്ടർമാരെ ഒരുപാട് ആകർഷിക്കുകയും BJPക്ക് വീണ്ടും ഭരണം ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെയാണ് കേന്ദ്ര ബഡ്ജറ്റ് പോകുന്നത്. ഗരീബ്, യുവ, അന്നദാത, നാരി എന്നീ 4 ശക്തികൾക്ക് ശക്തി പകർന്നവൻ മുൻപോട്ട് പോകുമ്പോൾ രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം ശക്തി പ്രാപിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വരുന്നത്. ഈ സ്ത്രീകൾക്കിടയിലുള്ള BJPയുടെ ഈ പദ്ധതികളാണ് BJPക്ക് ഒരു വലിയ മേൽക്കൈ നേടിക്കൊടുക്കുന്നു. അവരുടെ കരുത്തെന്ന് പറയേണ്ടി വരും. ഉജ്ജൽ ഗ്യാസ് യോജനയായാലും ജൽജീവൻ പദ്ധതിയായാലും ആയുഷ്മാൻ പദ്ധതിയായാലും പെൻഷൻ പദ്ധതിയായാലും പെൺകുട്ടികൾക്കുള്ള സ്കീമായാലും ഗർഭിണികളായ സ്ത്രീകൾക്കുള്ള പദ്ധതികളായാലും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് അനവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളുടെ ഒരു ഗുണഭോക്താവ് ഇന്ന് രാജ്യത്ത് BJP മാത്രമാണ്. ഈ പദ്ധതികൾ കൂടി നിലവിൽ വന്നാൽ അതൊരു വലിയ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാകും. അവർ പ്രതീക്ഷിക്കുന്നത് 400 സീറ്റാണ്. ആ 400 സീറ്റിലേക്ക് നാരി ശക്തിയും യുവ, അന്നദാത, ഗരീബും ചേരുമ്പോൾ ഒരു വലിയ മാർജിനിലേക്ക് അവർ നീങ്ങാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.